ക്രിക്കറ്റ് കളിക്കാൻ പറ്റി. അങ്ങനെ പിന്നെ എങ്ങനെ ബമ്പർ ശരിക്കും എങ്ങനെ ഇപ്പൊ കുറച്ചാളായാലും കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പം 2-3 സ്കിറ്റൊക്കെ ഉണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇത് തന്നെ പെയിന്റിംഗ് പണി ഇതൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ട് ബമ്പർ ചിരി 4 വർഷമായിട്ട് പോയി. അങ്ങനെ ഇപ്പോൾ ബമ്പർ ചിരി തന്നെ. പെയിന്റിംഗ് പണി സ്റ്റോപ്പ് ചെയ്തു? ഉണ്ട് പെയിന്റിംഗ് സീലിംഗിന്റെ പണിയൊക്കെ ഉണ്ട്. കൂട്ടുകാരന്മാരെ പോകും, ഇടയ്ക്ക് അവന്മാരോട് നൈസായിട്ട് പോകും. എങ്ങനെ ഫിലിമിലോട്ടൊക്കെ എങ്ങനെ ഫിലിമിലൊന്നും ആയിട്ടില്ല. കൂടുതൽ ഭാഗം കിട്ടിയെന്ന് തോന്നുന്നല്ലേ? അവന് കൂടുതലുള്ള ബമ്പർ ചിരി കുറച്ച് ഭാഗം കിട്ടി, നമ്മൾ കിട്ടിയിട്ടില്ല. അങ്ങനെ ട്രൈ ചെയ്യുന്നില്ല? എങ്ങനെയാണ് ട്രൈ ചെയ്യണേ ആരെങ്കിലും വിളിക്കണ്ടേ? ഇത്രയും വലിയ റീച്ച് ആയിട്ട് ഫേമസ് ആയിട്ട് വിളിക്കുന്നത് വെച്ചാൽ ആര് ഫേമസ് ആയി? നിങ്ങൾ ഞാൻ ഏതിലും നോക്കട്ടെ, എനിക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഏതിലും നോക്കട്ടെ. അല്ല ബ്രോയുടെ എല്ലാം വെറൈറ്റി ആണല്ലോ. വെറൈറ്റി സീറ്റൊക്കെ അമ്മച്ചി വേഷമൊക്കെ വിലാസിനി അങ്ങനെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ പിടിക്കണം. എനിക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. കുറച്ച് നാളായി ഇപ്പൊ പിന്നീട് വന്നു തുടങ്ങി. നല്ല സ്റ്റോറി കിട്ടുന്നില്ല, കണ്ടന്റ് കിട്ടുന്നില്ല. കണ്ടന്റ് പിടിക്കാൻ ചിലപ്പോ ഇതൊക്കെ കണ്ടന്റ് ആയിരിക്കും. പിന്നെ വിളിക്കാതെ വന്നായിരുന്നു. അവിടെ കിടന്ന അൽമ്പ് കാണിച്ച് ഡാൻസ് അവിടെ ഉണ്ടായിരുന്നല്ലേ? ഇത് പോളി ഒരു രക്ഷയില്ല. എന്റെ അമ്മ ഗ്രാൻഡ്. കാർത്തിക് സൂര്യ നമ്മള് ടിവിയിൽ കാണുന്നതിനെ പോലും അല്ലാത്ത പരിചയമുണ്ട് വ്യക്തിപരമായിട്ട്. എങ്ങനെയാ പുള്ളി? എങ്ങനെ ആളെങ്ങനെ? പോളി വൈബ്. നമുക്കൊരു സ്കിറ്റ് കളിക്കുമ്പോൾ നമുക്കൊരു ചിരി ഫസ്റ്റ് കിട്ടുന്ന അവിടെ നിന്നാ. കാർത്തിക് ചിരിച്ചെങ്കിൽ നമുക്കൊരു കോൺഫിഡൻറ്റ്. നല്ല സപ്പോർട്ട്. ബ്രോ എങ്ങനെയാണ് കലാപരമായിട്ടൊക്കെ എങ്ങനെയാണ് ഫസ്റ്റ് അങ്ങ് ടിക്ടോക്ക് വഴിയാണ് ഞാൻ വന്നേ. മറ്റേ എന്നോട് നടന്ന നിഴലായിട്ട് പോകില്ലേ, അത് ഞാനായിരുന്നു. അത് കണ്ടിട്ടാണ് മനോരമ വിളിച്ചത്. അതുകൊണ്ടാണ് നേരെ സ്കിറ്റ് കളിച്ച് തുടങ്ങിയത്. നിഴൽ ഞാനാണ്. പഠിച്ച സമയത്തൊക്കെ എങ്ങനെയാണ് ആക്ടിങ്ങിലോട്ടൊക്കെ? അങ്ങനെയൊന്നുമില്ല, ഇവിടെ വന്നാണ് സ്കിറ്റ് കളിക്കുന്നത് ആദ്യമായിട്ട് തന്നെ. പഠിക്കുന്ന സമയത്തൊന്നും കലാപരമായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല? ഒന്നും അറിയാം. ഇവിടെ വന്ന് തന്നെ ഉള്ളിലുള്ള കഴിവ് എങ്ങനെ പുറത്തിറങ്ങി? ഒരു പിടുത്തമില്ല. മഴവിൽ മനോരമ കണ്ടു മനസ്സിലാക്കി. പിന്നെ മഴവിൽ മനോരമയുടെ ഫാമിലി അങ്ങനെ തോന്നുന്നുണ്ടോ? നല്ല സ്റ്റേജിൽ കുറച്ച് നാൾ പെർഫോം ചെയ്ത ഒരാൾക്കിൽ അങ്ങനെ അത് നമുക്ക് അവിടെ സപ്പോർട്ടാണ് അല്ലേ. നമുക്ക് കളിക്കാൻ തന്നെ ഒരു കണ്ടന്റ് എടുത്താലും അങ്ങനെ ചെയ്യാനൊക്കെ. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു വെറൈറ്റി ഇപ്പം എല്ലാ വെറൈറ്റി പിടിച്ചു കഴിഞ്ഞാലേ നിൽക്കാൻ പറ്റുള്ളൂ. ഈ താഴെ കുറേ നെഗറ്റീവ് കമൻറ്റ് വരും. ഇപ്പം ഇതിനും കുറേ കമൻറ്റ് വരും. ഇത് ആരോടാണെന്ന് ചോദിക്കും. അത് കുഴപ്പമില്ല, ഞാൻ പറയണതാ. ഇപ്പോൾ വെറൈറ്റി കുറേ കമൻറ്റുകൾ വരും. അത് നമ്മൾ ശ്രദ്ധിക്കാൻ. കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്കിറ്റുകളൊന്നും നമ്മൾ സ്കിറ്റ് ചെയ്യുക, വരുമാനം. അതാണ് ബാലരാമപുരം, തിരുവനന്തപുരത്ത് ബാലരാമപുരം വെടിവെച്ചാങ്കോവിൽ. അച്ഛനുണ്ട്, അനിയനുണ്ട്, അനിയൻ്റെ വൈഫുണ്ട്, എൻ്റെ വൈഫുണ്ട്. മാരേജ് കഴിഞ്ഞു? മാരീഡ്. താങ്ക് യു. എത്ര കല്യാണം കഴിഞ്ഞ എത്ര ആളായി? 3 കൊല്ലമായി. കുട്ടിയാ മക്കള്? ആയിട്ടില്ല. സൂപ്പർ സ്റ്റാർ അങ്ങനെ ചീത്തവിളി വെച്ചാലല്ലേ. മഞ്ജു ചേച്ചിക്ക് സപ്പോർട്ട്, ഫുൾ സപ്പോർട്ടാണ്. ജഡ്ജസ് എല്ലാം സപ്പോർട്ടാണ്. ശരി, അവരൊക്കെ അവിടെ ഉള്ളതുകൊണ്ടാണ്. നസീർക്ക് ഇപ്പോൾ ഐറ്റം ഫ്ലവേഴ്സിൽ ചാനൽ അങ്ങനെ പോകും. ഇപ്പോൾ അടുത്ത് കളി തോറ്റിരുന്നേക്ക് പുറത്തായി. അതുകൊണ്ട് ജയിച്ചു. ഇപ്പൊ 4ാം സ്ഥാനത്തായെന്ന് തോന്നുന്നു. 4ാം സ്ഥാനം കളിച്ചാലേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പുറത്ത്, ബാക്കി 2 ടീം പുറത്ത് പോകാൻ പോലും നമ്മൾ അവൻ്റെ വിജയം കൈയിരിക്കട്ടെ.